പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിരയെങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. ഈ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ തന്നെ അതിൽ പ്രധാന ഒരു കാര്യം, നാം 37-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൻ്റെ അവസാനം ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു, അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ പറഞ്ഞു വെച്ചത്, സഹോദരന്മാർ ലാഭം നോക്കി ചെയ്തതാണ്, അവർക്ക് ലാഭം വരുവാൻ ചെയ്തതാണ്. പക്ഷേ ഇവിടെ വചനം വായിക്കുമ്പോൾ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വാക്കാണ്. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ മിസ്രൈമ്യരും എബ്രായരും കൂടെ വലിയൊരു ശത്രുക്കളായി നിലനിന്നിരുന്ന കാലം. ശത്രുക്കളെക്കാളുപരി മിസ്രൈമ്യർ എബ്രായരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എബ്രായർ താഴേക്കിടയിലുള്ളവർ എന്നുള്ളൊരു ചിന്ത, അവരുമായിട്ട് ചങ്ങാത്തം കൂടിയിരുന്നില്ല, അവരുമായിട്ട് ആഹാരം കഴിച്ചിരുന്നില്ല. മിസ്രൈമ്യർക്ക് എബ്രായരെ വെറുപ്പായിരുന്നു. ഇന്നും നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. കറുത്തവരും വെളുത്തവരും 2 സഭകൾ തന്നെയുണ്ട്. സ്റ്റേറ്റ് എന്നും ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ചർച്ചുകൾ ജാതിയുടെ അടിസ്ഥാനത്തിലും കളറിൻ്റെ അടിസ്ഥാനത്തിലും സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മളെങ്ങോട്ട് പോകാൻ നിൽക്കുക? സ്വർഗരാജ്യത്തിൽ പോകാൻ നിൽക്കുക, ഒരുമിച്ച് പോകാൻ നിൽക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് ഇങ്ങനെയില്ലായിരുന്നു. ഇന്ന് ജാതി വ്യത്യാസങ്ങൾ, വർണ്ണവ്യത്യാസങ്ങൾ, സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരംഗം, അത് കാറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സഭകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ അവരുടെ വായിൽ ചിലപ്പോൾ സംസാരം കേൾക്കുമ്പോൾ ചിലരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല. ഞാനൊക്കെ പാഴ്സനേജിൽ ജനിച്ച ആളായതുകൊണ്ട് സഭകളിൽ മാറി മാറി ഇരുന്നതുകൊണ്ട് ചിലരുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കില്ല. കോട്ടയം മീറ്റിങ്ങിന് ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ, അയ്യോ ഞാൻ ഉപവാസമാണ്, എനിക്ക് ആഹാരം വേണ്ട, ഞാൻ ഇപ്പം വിശപ്പില്ല. അങ്ങനെ ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാ പ്രാവശ്യവും അങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയം തോന്നാറുണ്ട്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലർ ദൈവത്തെക്കാളും എന്ന് പറഞ്ഞാൽ ദൈവഭയം പോലും ഇല്ലാതെ വളരെ അവരുടെ വീട്ടിൽ ആഹാരം കൊടുക്കാറില്ല. ചിലർ വീട്ടിൽ ജോലിക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാറില്ല.
അവരേതെങ്കിലുമൊക്കെ തറയിലും അങ്ങനെയൊന്നും നമ്മളാകരുത്. നമ്മുടെ വീട്ടിലൊരു ജോലിക്കാർ വന്നാൽ പോലും അവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കണം, മാന്യമായ സ്ഥലത്തിരുത്തി കൊടുക്കണം. നമ്മുടെ കൂടെ ഇരുത്തി കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. നല്ല പാത്രത്തിൽ കൊടുക്കണം. ഞാനിതൊക്കെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ചിലതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അവർ വന്ന് ആഹാരം കഴിക്കാൻ ഒരു ചെയർ പോലും ഇട്ട് കൊടുക്കാറില്ല. ചില കുഞ്ഞുങ്ങൾ പ്രായമായി ജോലിക്ക് വന്നവരൊക്കെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് കസേരയിൽ എഴുന്നേക്കത്ത് പോലുമില്ല. നമ്മുടെ വയസ്സിന് മൂത്തത് ആരെങ്കിലൊക്കെ വന്നാൽ അവരുടെയൊക്കെ പേരുകൾ വിളിക്കുമ്പോഴും ഈ മാതാപിതാക്കൾ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയാൻ കാരണം, യോസഫിനെ അവർ മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. ഇത് യഹോവയാൽ സാധ്യമായതാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. എത്ര പേർക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു തെളിവിന് വേണ്ടി ഒരു ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിന്റെ 12 മുതൽ 32 മുതലുള്ള വാക്യം. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. അടുത്തതാണ് അടിവരയിടേണ്ടത്. മിസ്രൈമർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമർക്ക് വെറുപ്പാകുന്നു. നോക്കുക, ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. യോസഫിനെ മിസ്രൈമിലേക്ക് അവർ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഇത് ഒരു മാനുഷിക ചിന്തയല്ല. അന്നത്തെ കാലത്ത് അസാധ്യമായിരിക്കുന്നൊരു കാര്യം. അന്നത്തെ കാലത്ത് അടിമകളെ പോലും അങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്ന കാലം. അവർക്ക് അറപ്പും വെറുപ്പുമുള്ളതിനെ അവർ സ്വീകരിക്കുകയാണ്. ഇതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത്. ഇതാണ് ദൈവിക സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലെ ഓരോ വാക്യങ്ങളും വളരെ വില കൊടുക്കേണ്ട വാക്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യോസഫിന്റെ സഹോദരങ്ങൾ യോസഫിനെ ഇനി കാണുമെന്ന് വിചാരിച്ചില്ല. അവന്റെ ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചു തന്നെ, എവിടെയെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചു തന്നെ മിദ്യാന്യർക്ക് കൊടുത്തതാണ്. പക്ഷെ മിദ്യാന്യർ ഇതാ അവനെ കൊണ്ടുപോകുന്നത് മിസ്രൈമിലേക്കാണ്. ആ ഭാഗം നമുക്ക് പിന്നാലെ ആ ഭാഗത്തേക്ക് വരും. ഞാനിത് എന്തുകൊണ്ടാണ് അവർ മിസ്രൈമിലേക്ക് പോയത് എന്ന ഒരു ചിന്ത പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആ ചിന്തയിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. 37 അധ്യായത്തിൻ്റെ അതിൻ്റെ 32 വാക്യം. യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നീലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. നോക്കുക, അപ്പനിത് കണ്ടുകിട്ടുകയാണ്, അപ്പനിത് കാണുകയാണ്. ഇത് നിന്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. നോക്കുക, അപ്പൻ തയ്പ്പിച്ചു കൊടുത്തതാണ്. യാക്കോബിന് നന്നായിട്ട് അറിയാവുന്ന അങ്കിയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ അവൻ അങ്കി മനസ്സിലാക്കുകയാണ്. ഇത് യോസഫിന്റെ ആണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ ആ വാക്യം അങ്ങനെ തുടങ്ങും. പക്ഷെ അവിടെ യാക്കോബ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇസ്ഹാക്കിനെ ശരിക്കും പറ്റിക്കുകയായിരുന്നു.
അതിൻ്റെ 23-ാം വാക്യം, 27-ന്റെ 23. അവൻ്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകെയുണ്ട്. അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് ചോദിച്ചതിന് അതേ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ മകൻ്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാമെന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുചെന്നു, അവൻ തിന്നു. അവൻ വീഞ്ഞും കൊണ്ടുചെന്നു, അവൻ കുടിച്ചു. പിന്നെ അവൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോടുകൂടെ, മകനെ, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു. അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന. നോക്കുക, എല്ലാ നിലകളിലും അവനെ പറ്റിക്കുകയായിരുന്നു. സ്വന്തം അപ്പനെ പറ്റിക്കുകയായിരുന്നു. ഇവിടെ യാക്കോബിന്റെ മക്കളും അത് തന്നെയാണ് ചെയ്യുന്നത്. പറ്റിക്കുന്നതിന് മുമ്പ് ചില പ്രക്രിയകൾ അവിടെ ചെയ്യുക, ഒരു തരത്തിലും കണ്ടുപിടിക്കാതിരിക്കാൻ, ഒരു തരത്തിലും പിടിക്കപ്പെടാതിരിക്കാൻ. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്നൊരു പ്രയോജനമുണ്ട്, ഒരു പ്രയോഗമുണ്ടല്ലോ, അതിവിടെ സംഭവിക്കുകയാണ്. നോക്കുക, അതിൻ്റെ 34-ാം വാക്യം വളരെ വേദനയോടെ വായിക്കേണ്ട ഒരു വാക്യമാണ്. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. നോക്കുക, അല്പലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഇന്ന് ഞാനൊരു സ്ഥലത്ത് കടന്നു പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൾക്ക് 2 കിഡ്നിയും ഫെയിലിയറായി ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര വേദന ഉളവാക്കി. അപ്പോൾ തന്നെ അദ്ദേഹം അങ്ങോട്ട് മാറിയപ്പോൾ വേറൊരാൾ പറയുക, ഇപ്പം ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഈ മകളുടെ അപ്പൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി കൺവെൻഷന് പാടാനൊക്കെ പോകുന്ന ആളാണ്, പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ ദൈവത്തെ പ്രസംഗിക്കുകയും ചെയ്യും, മാറിയിരുന്ന് മദ്യപിക്കുകയും ചെയ്യും. ദൈവത്തെ പ്രസംഗിക്കുകയും ചെയ്യും, വീട്ടിൽ അടിയുണ്ടാക്കുകയും ചെയ്യും. ദൈവത്തെ പ്രസംഗിക്കുകയും ചെയ്യും, മറ്റ് ഇതര കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ സന്ദേശം പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ ഇന്ന് കണ്ടൊരു കാര്യമാണ് പറയുന്നത്. ഇത് പുറത്തു പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഈ മെസ്സേജ് എവിടെയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പേര് പോലും പറയാത്തത്. ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് താഴാം. ശരിക്കും നാം പലരെയും പൊട്ടം കളിപ്പിക്കുമ്പോൾ, പൊട്ടനാക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, പറഞ്ഞു പറ്റിക്കുമ്പോൾ നമുക്ക് വേണ്ടി വലിയൊരു പ്രശ്നം കാത്തുകിടപ്പുണ്ട്. ഇവിടെ യാക്കോബ് കരയാൻ തുടങ്ങുകയാണ്. അത്രയും നാള് അപ്പനുമായി സന്തോഷത്തിലായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരുപക്ഷെ ഭാര്യയേക്കാൾ കുഞ്ഞുങ്ങളോടാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേദന വന്നാൽ, തന്നെയുമല്ല കുഞ്ഞുങ്ങളെന്നതിനേക്കാൾ ഉപരി നമുക്ക് പ്രിയമുള്ള കുഞ്ഞുങ്ങൾ. ഇവിടെ അതാണ് സംഭവിച്ചത്. യാക്കോബിന്റെ പ്രിയമുള്ള ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലേ യാക്കോബ് കരയുള്ളൂ. യാക്കോബിനെ തൊടുന്നതിനേക്കാൾ, യാക്കോബിനൊരു വേദന വരുന്നതിനേക്കാൾ, യാക്കോബിന്റെ ഏറ്റവും പ്രിയമുള്ള മകന് ഒരു പ്രശ്നം വന്നാൽ യാക്കോബ് മിണ്ടാതിരിക്കില്ല. അവൻ തകർന്നു പോകും.
ദൈവത്തിനറിയാം. എന്നാൽ മനസ്സിലാക്കുക, ഞാനിവിടെ പറഞ്ഞതുപോലെ അവൻ കരയാൻ തുടങ്ങുകയാണ്. യാക്കോബ് വസ്ത്രം കീറി, അരയിൽ രട്ടുശീല ചുറ്റി, ഏറിയ നാൾ തൻ്റെ മകനെ കൊണ്ടു കരഞ്ഞു. ഇവിടെ ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയട്ടെ. അപ്പനെ കളിപ്പിക്കുവാൻ ഇസ്ഹാക്കിന്റെ കണ്ണ് മങ്ങിയപ്പോൾ, നോക്കുക അതിന്റെ 27-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. പിന്നെ റെബേക്ക വീട്ടിൽ തന്റെ പക്കൽ ഉള്ളതായ മൂത്ത മകൻ ഏശാവിന്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. നോക്കുക, 27-ാം അധ്യായത്തിൽ വസ്ത്രം ധരിച്ചെങ്കിൽ 37-ാം അധ്യായത്തിൽ അത് ശരിക്കും എന്താ പറയുന്നത്, അത് ഒരു അക്ഷരപ്രാസം പോലെ തന്നെ. 27-ഉം 37-ഉം 10 അധ്യായങ്ങൾ മാറുമ്പോൾ വസ്ത്രം കീറുകയാണ്. ഓ ജീസസ്! 27-ാം അധ്യായത്തിൽ അമ്മയും കൂടെ ചേർന്ന് അവന് വസ്ത്രം അണിയിച്ചെങ്കിൽ 37-ാം അധ്യായത്തിൽ വന്നപ്പോൾ യാക്കോബ് തൻ്റെ വസ്ത്രം കീറി. പ്രൈസ് ടു ജീസസ്. കീറിയിട്ട് എന്നാ ചെയ്തത്? അവൻ അരയിൽ രട്ടുശീല ചുറ്റി, ഏറിയ നാൾ. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ നമ്മുടെ രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തെ പോലും നമ്മൾ പറ്റിച്ചാൽ സന്തോഷം ഉടുപ്പിക്കുന്നതിന് പകരം സന്തോഷത്തിന്റെ വസ്ത്രം എടുത്തു മാറ്റി ഇരട്ട് ഉടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഇങ്ങനെയൊക്കെ കണക്കുകൾ നോക്കുമ്പോഴെല്ലാം എവിടെയൊക്കെയാണ് ഒത്തിരിക്കുന്നത്. എന്നാൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 36-ാം വാക്യം. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫോറിന് വിറ്റു. നോക്കുക, യോസഫിന്റെ ജീവിതം മാറിമറിയുന്നത് കാണുക. അവന് സുന്ദരമായ 17 വയസ്സ്. അവിടം വരെ അവൻ സന്തോഷിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ 17-ൽ നിന്നും പിന്നീടുള്ള യാത്രകൾ പ്രശ്നകലുഷിതമായിരുന്നു, വേദന നിറഞ്ഞതായിരുന്നു. അപ്പൻ കരയും പോലെ തന്നെ മകനും വല്ലാത്തൊരവസ്ഥ. സഹോദരങ്ങളെ വിട്ട് അന്യദേശത്തേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരടിമ പോകുന്ന പോലെ, ഒരു മനുഷ്യനെന്ന പ്രകൃതം മാറ്റിവെച്ച് ഒരു മനുഷ്യനെ അല്ലാതായി തീരുകയാണ്. അവിടെ ചെന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണോ അവനെ വാങ്ങുന്നത് അവർ പറയും പോലെ കേൾക്കണം, അവന്റെ അടിമയാകണം. തന്നെയുമല്ല, താൻ പോകുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, മിസ്രയീമ്യർക്ക് എബ്രായരെ കണ്ടുകൂടാ. മിസ്രയീമ്യർക്ക് എബ്രായരെ വെറുപ്പായിരുന്നു. ആ വെറുപ്പുള്ള സ്ഥലത്തേക്ക് അവൻ കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നീ ദൈവീക പദ്ധതിയിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ വെറുപ്പുള്ള സ്ഥലത്ത് പോലും നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും നിന്നെ ഉയർത്തുവാൻ ഒരു കർത്തനുണ്ട്. നോക്കുക, അവനെ സ്വീകരിക്കുന്ന സ്ഥലത്തിലേക്കല്ല അവൻ പോകുന്നത്. എബ്രായനായിരുന്നു യോസഫ്. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരിടത്തേക്കാണ് അവൻ കടന്നു പോകുന്നത്. ഒരുപക്ഷെ യോസഫ് ഭയപ്പെട്ട് കാണാം. മിസ്രയീമിലേക്കാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടാകാം. ഇനി അവന് അവിടെ ജീവിതം അവർ ഹോമിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ടാകാം.
ചിലപ്പോൾ തന്റെ സഹോദരങ്ങൾ തന്നെ കൊല്ലാതെ ജീവനോടെ വിട്ടെങ്കിലും ആ പൊട്ടക്കന് തന്നെയായിരുന്നു നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടാകാം. അവിടെ മരിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. ഇവിടെ നോക്കുക, സഹോദരങ്ങൾ വിറ്റ സ്ഥലത്തേക്കല്ല ഇപ്പോൾ പോകുന്നത്. ഇവിടെ തൻ്റെ ചരിത്രം വഴിമാറുകയാണ്. 36 വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫോറിന് വിറ്റു. വിൽപ്പന നടക്കുകയാണ്. ഇവിടെയും അടിമയായിട്ടാണ് താൻ ചെയ്യുന്നത്. ഇവിടെയും വളരെ ഭയത്തോടു കൂടിയാണ് കൊല്ലുന്നത്. ഈ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നത് യോസഫിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയിലൂടെ താൻ കടന്നുപോയി. അപ്പൻ ചെയ്തു വെച്ച കുറ്റങ്ങൾക്ക് ഇപ്പോൾ ബലിയാടായിരിക്കുന്നത് യോസഫാണ്. അപ്പൻ ചെയ്തു വെച്ച പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നത് യോസഫാണ്. എന്നാൽ ഈ യോസഫിനെ പോത്തിഫോറിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇനി അടുത്ത നമ്മുടെ വാക്യം എന്ന് പറയുന്നത് 39 അധ്യായത്തിന്റെ 1 വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. എന്നാൽ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. നോക്കുക, അത് വളരെ പ്രാധാന്യമുള്ളൊരു വാക്യമാണ്. അത് 37-ലും അവർ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. 39-ലും എന്നാൽ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് അടിവരയിടേണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ വായിച്ച വാക്യം. മിസ്രയീമ്യർക്ക് എബ്രായരോട് കൂടെ അവർ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രയീമ്യർക്ക് വെറുപ്പാകുന്നു എന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 43-32 വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. എന്നാൽ 39-ന്റെ 1 വാക്യം വായിച്ച് ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫോർ എന്ന മിസ്രയീമൻ അവനെ വിലയ്ക്ക് വാങ്ങി. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ. നേരത്തെ ഇസ്മായിലരാണ് വാങ്ങിയെങ്കിൽ ഇസ്മായിലർ വാങ്ങിയത് എന്തിനാ? ഒരു മിസ്രയീമ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാ. അവിടെ നടക്കുന്ന നാട്ടു നടപ്പെന്താ? മിസ്രയീമിൽ ഒരിക്കലും ഒരു എബ്രായനെ വാങ്ങുകയില്ല. മിസ്രയീമിൽ ഒരിക്കലും ഒരു എബ്രായന്റെ കൂടെ നടക്കുകയില്ല. അവർക്ക് അറപ്പാകുന്നു, വെറുപ്പാകുന്നു. എന്നാൽ ആ ഇടത്തേക്ക് ആര് വെറുത്തോ, ആര് വേണ്ടെന്ന് പറഞ്ഞോ, അവരുടെ അടുക്കലേക്ക് ഇതാ യോസഫ് നടന്നു കയറുകയാണ്. ആ വാക്യം നമ്മൾ അടിവരേണ്ട വാക്യമാണ്. പോത്തിഫോർ എന്ന മിസ്രയീമൻ അവനെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ നമ്മൾ ഉടനീളം ഈ ഭാഗത്ത് കാണുന്ന ഒരു വാക്യമാണ്. ഇവിടെയാണ് തുടങ്ങുന്നത്. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, മിസ്രയീമനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. നോക്കുക, യജമാനന്റെ വീട്ടിൽ പാർക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, യോസഫ് ഒരു അടിമയാണ്. യോസഫിന് മുകളിൽ ഒരു മിസ്രയീമനായിട്ടുള്ള ഒരു യജമാനുണ്ട്. ആ യജമാനൻ പറയുന്നത് പോലെയാണ് ഇനി കാര്യങ്ങൾ. ഇനി യോസഫിന് അവിടെ സംസാരിക്കാൻ കഴിയില്ല. ജോസഫിന് ഇനി അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മനസ്സിലാക്കുക, ഇതൊരു ദൈവിക പദ്ധതി ആയതുകൊണ്ട് കാര്യങ്ങൾ മാറിമറിയുകയാണ്. കാര്യങ്ങൾ മാറിമറിയാൻ കാരണം യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ,
അപ്പൻ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് വിട്ടപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ അവനെ നിന്ദിച്ചപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവനെ വലിച്ചു കയറ്റിയപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവർ മിദ്യാന്യർക്ക് വിറ്റപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പോത്തിഫാർ വല പറയുമ്പോഴും യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പോത്തിഫറിന്റെ ഭവനത്തിൽ യോസഫ് എത്തിച്ചേരുകയാണ്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ. ഒരിക്കലും നാട്ടു നടപ്പില്ലാത്ത, ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത, ഒരിക്കലും ശരിക്കും സംഭവിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. യോസഫിന്റെ സൗന്ദര്യം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നോക്കുക, ഇവിടെ ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞു വയ്ക്കട്ടെ. കർത്താവിൻ്റെ മരണം കഴിയുമ്പോൾ അവൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. തുന്നലില്ലാത്ത അങ്കിയായിരുന്നു. ആ അങ്കി മുറിക്കാതിരിക്കാൻ അവർ ചീട്ടിടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇവിടെയും യാക്കോബ് കൊടുത്ത അങ്കി അവർ ഊരിയെടുക്കുകയാണ്. ഇവിടെ മനോഹരമായൊരു കാഴ്ചയുണ്ട്. അപ്പൻ തയ്പ്പിച്ചു കൊടുത്ത ആ അങ്കി സഹോദരന്മാർക്ക് ഊരിയെടുക്കാമായിരുന്നു. അപ്പൻ തയ്പ്പിച്ചു കൊടുത്ത, സ്നേഹത്തോടെ കൊടുത്ത ആ നിലയെങ്കി അവർക്ക് ഊരിയെടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് യോസഫിന്റെ അങ്കി അവർ ഊരിയെടുത്തത്? യോസഫിന് മറ്റൊരങ്കി യോസഫിനായി ഒരുങ്ങിയിരിക്കുന്നു. അത് നമുക്ക് പിന്നാലെ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.